ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗെയിൻ നോളജ് മിഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഗെയിൻ നോളജ് മിഷനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനായിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പല കോഴ്സുകൾ ഇങ്ങനെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല കൂട്ടുകാർക്കും ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ പരസ്യം കണ്ടിട്ട് വരുന്നവരാണെങ്കിലും ഫേസ്ബുക്കിൽ കണ്ടിട്ട് വരുന്നവരാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, ഒരുപാട് സംശയങ്ങളാണ്. ഓക്കെ. അപ്പോൾ അവരുടെ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടിയായിട്ട് നമ്മുടെ ഈ ഗെയിൻ നോളജ് മിഷനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്ന രീതിയിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് കാണുക. ഇതിനകത്ത് പറയുന്ന വേറൊന്നുമല്ല, എന്താണ് നമ്മളുടെ ഗെയിൻ നോളജ് മിഷൻ, അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം, ഓക്കെ, അതിലെങ്ങനെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ബെനിഫിറ്റ് ആകുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഗെയിൻ നോളജ് മിഷൻ അല്ലേ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും വിചാരിക്കും നമ്മുടെ സാധാ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ അല്ലേ, GK മിഷൻ 2020 ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുക ഇതെന്താ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് പോലെ, ഇതെന്താ ഉടായ്പ സംഗതിയാണെന്നൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മളിത് ആരംഭിക്കുന്നത് 2020-ലാണ്. ഓക്കെ. 2020 നമ്മളിത് ആരംഭിച്ചത് മുതൽ, ഓക്കെ, 2020 നമ്മൾ ആരംഭിക്കുന്നതിന് അപ്രതീക്ഷിതമായി ഒരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് തുടങ്ങിപ്പോയതാണ്. ഓക്കെ. അങ്ങനെ തുടങ്ങിയത് വേറൊന്നും കൊണ്ടല്ല, ഒന്ന് രണ്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. കാരണം നമ്മളിങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ പറയും, നിങ്ങൾ പഠിക്കണം, പരീക്ഷ എഴുതണം, PSC കയറണം, സർക്കാർ സർവീസിലേക്കൊക്കെ ചെറുപ്രായത്തിൽ എത്തിയാൽ നല്ല ബെനിഫിറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ താല്പര്യം വരും, കുറച്ച് പേർക്കൊക്കെ സർക്കാർ ജോലിയോടൊക്കെ പുച്ഛമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഇങ്ങനെ പഠിക്കണം. അപ്പോൾ അവർ ഡിഗ്രി തീർന്ന ഉടനെ എന്ത് ചെയ്യുക, നമ്മുടെ കോളേജുകളിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ എന്ത് ചെയ്യും, വെറുതെ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങിയത്, നീ PSC പഠിക്കാൻ പോകും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു PSC എഴുതിയെടുത്തൊരു ജോലിയിൽ കയറും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി നോക്കും. പിന്നെ നമ്മുടെ നാട്ടുകാരുടെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലേ, ജോലിയൊന്നും ആയില്ലേ, എന്താ ഇപ്പോൾ പരിപാടി, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ. അങ്ങനെ 2020 ജൂണിലാണ് നമ്മൾ 2020 മെയ്യിലാണ് നമുക്ക് ഇതിനെ പറ്റിയൊരു ആശയത്തിലേക്ക് നമ്മൾ പോകുന്നത്. വേറൊന്നുമല്ല, മുമ്പ് നമ്മൾ പഠിച്ച് പരിചയപ്പെട്ട ഒന്ന് രണ്ട് കുട്ടികൾ നമ്മളെ സമീപിച്ചത് പ്രകാരം എന്ത് ചെയ്തു, അവരുടെ ആവശ്യം, കാരണം അവർ പല കോച്ചിങ് സെൻ്ററുകളെയൊക്കെ സമീപിച്ചു, അവിടുത്തെ കത്ത് റേറ്റ്, കാരണം വെച്ചാൽ അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഫീസ്, ഓക്കെ, അതൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവർ സമീപിച്ചത് പ്രകാരമാണ് നമ്മൾ ഈ ഗെയിൻ നോളജ് മിഷൻ തുടങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഒന്നുമില്ല, അവരോട് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ രണ്ടുപേർക്കായിട്ടൊക്കെ എങ്ങനെ എടുക്കുക, നമുക്ക് ഒരു 10, 20, 25 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് ആയിട്ടൊക്കെ പോകാം. രണ്ടുപേർക്കൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം വെച്ചാൽ ആ ഒരു സമയം അതുപോലെയാണ്, അതായത് നമ്മുടെ കോവിഡൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ആ കുട്ടികൾ സമീപിച്ച പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു, അവർ അവരുടേതായിട്ടുള്ള കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, കാരണം നമ്മളെ അറിയാവുന്നവരെന്ത് ചെയ്യും, തീർച്ചയായിട്ടും മറ്റുള്ളവരോട് നമ്മളെ പറ്റി നന്നായിട്ട് പറയും. അങ്ങനെ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്തു, കുട്ടികൾ വന്നു. അങ്ങനെ ആദ്യം 85 കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അതിലേതാണ്ട് 70ഓളം കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് ഞങ്ങളെടുത്തൊരു തീരുമാനമാണ് നമ്മുടെ ഈ ഒരു മിഷൻ, അങ്ങനെയാണ് പേരിടുന്നത്, ഗെയിൻ നോളജ് മിഷൻ. പിന്നീടാണ് പേരിടുന്നത്, നമ്മൾ അന്ന് പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഒരു പേരിടുന്നത്, GK മിഷൻ 2020, അതായത് ഗെയിൻ നോളജ് മിഷനാണ്. അതായത് അറിവ് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആരംഭിച്ചൊരു മിഷനാണ് ഈ ഗെയിൻ നോളജ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ 2020 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PSC ആ സമയത്ത് കൊണ്ടുവന്ന പുതിയൊരു പാറ്റേൺ ആയിരുന്നു, അതായത് പ്രിലിമിനറി മെയിൻ എന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ, കോളേജ് വിദ്യാർത്ഥികളാണ്, അവർക്ക് ഒരുപാട് സമയമുണ്ട്, അപ്പോൾ അവർ കോളേജിൽ പഠിക്കുക, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, പാർട്ട് ടൈമായിട്ട് പഠിച്ച് കോളേജ് പഠനം പൂർത്തിയായ ഉടനെ പരീക്ഷ എഴുതിയിട്ട് ജോലിയിലേക്ക് കയറുക. കാരണം കോളേജ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള അയാൾക്ക് എന്തായാലും 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് ലെവൽ പരീക്ഷ എഴുതാനുള്ള ഒരു എലിജിബിലിറ്റി ആവും. അതുപോലെ പിന്നീട് +2 ലെവൽ പരീക്ഷ വിളിക്കുമ്പോൾ അതിലും എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി അവരെ ഒന്ന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മിഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം ഇതായിരുന്നു, 18 മാസത്തെ കോഴ്സും 2 മാസത്തെ റിവിഷൻ, അങ്ങനെയാണ് 20 മാസം എന്ന് വെച്ചാൽ പ്രിലിമിനറി മെയിൻ ഉൾപ്പെടെ എല്ലാം കൂടെ ഏകദേശം അത്രയും സമയം എടുക്കും. ഓക്കെ. ആ ഒരു കണക്ക് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരുന്നത് മുതൽ പ്രിലിമിനറി പരീക്ഷയും കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും വന്ന് മെയിൻ പരീക്ഷയും കഴിഞ്ഞ് എല്ലാം കൂടെ എന്ത് ചെയ്യും, ഏകദേശം ഒരു 20 മാസം എന്നൊരു കണക്കിലാണ് ഞങ്ങൾ 18 മാസത്തെ ക്ലാസ്സും 2 മാസത്തെ റിവിഷൻ ഉൾപ്പെടെ 20 ആക്കിയത്. അങ്ങനെയാണ് 2020 വരുന്നത്. എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, 20 സബ്ജക്റ്റുകൾ 20 മാസം, ആ ഒരു കണക്ക് കൂട്ടലാണ്. പിന്നെ 2020 ആരംഭിച്ചു എന്നത് വേറൊരു സത്യം. അങ്ങനെ ഞങ്ങളുടെ ഗെയിൻ നോളജ് മിഷൻ അവിടെ തുടങ്ങി. രണ്ടാമത്തെ ഒരു ബാച്ച് പിന്നീട് 110 കുട്ടികളുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഒരുപാട് കുട്ടികളാകുമ്പോഴത്തേക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. ആദ്യം നമ്മൾ തുടങ്ങിയത് PDF നോട്ടുകൾ മാത്രം വെച്ചിട്ടായിരുന്നു.
ഓക്കെ, നോട്ടുകളൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ള പലർക്കും അറിയാം, എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. വെച്ചാൽ കോളേജ് വിദ്യാർത്ഥികളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് നല്ല രീതിയിൽ പഠിക്കാം, വെച്ചാൽ അവരുടെ പഠനത്തോടൊപ്പം പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ പഠിപ്പിക്കാം എന്ന ലക്ഷ്യത്തോടെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മിഷൻ യാത്ര തുടങ്ങിയത്. ഇന്ന് ഈ 4.5 വർഷത്തേക്ക് എത്തുമ്പോൾ ഏകദേശം 22 ബാച്ചുകൾ, ഓക്കെ, 23ാമത്തെ ബാച്ച് ഇപ്പോൾ തുടങ്ങി, അത് കൂടാതെ 22 ബാച്ചുകൾ, ഇതിൽ 18 ബാച്ചുകൾ നമ്മൾ പൂർത്തിയാക്കി. അതിൽ ക്രാഷ് കോഴ്സുകളുണ്ട്, റെഗുലർ കോഴ്സുകളെല്ലാം ഉണ്ട്. അതിനകത്ത് ഒരു ബാച്ച് എന്ന് പറയുന്നത് BCom ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ബാക്കിയെല്ലാം നമ്മുടെ PSC ജനറൽ ബാച്ചുകളാണ്. ഓക്കെ, അതിനകത്ത് കുറേയൊക്കെ ക്രാഷ് കോഴ്സ് ബാച്ചുകളുണ്ട്, കുറേയൊക്കെ റെഗുലർ കോഴ്സ് ബാച്ചുകളുണ്ട്. അങ്ങനെ തുടങ്ങിയാണ് ഈ ഒരു 23ാമത്തെ ബാച്ചിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ നിലവിൽ ലൈവ് ക്ലാസ്സുകൾ, ഞാൻ പറഞ്ഞു PDF ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. PDF നോട്ട് ടൈം ടേബിൾ വെക്കുന്നു, അതിനനുസരിച്ച് PDF നോട്ടുകൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ 10th പ്രിലിമിനറി റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ വിജയശതമാനം എന്ന് പറയുന്നത് 93%. ആ 93% വിജയം വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രിലിമിനറി ക്വാളിഫൈ ആയവർക്ക് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ തുടങ്ങി. അങ്ങനെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങി. കുട്ടികൾക്കെല്ലാം വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല പ്രസൻറ്റേഷൻ ഉൾപ്പെടുത്തി അതിൽ തന്നെ എന്ത് ചെയ്യുക, പഠിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈവ് ക്ലാസ്സിനോടൊപ്പം PDF നോട്ട് എന്ന രീതിയിലാണ് നമ്മൾ ആദ്യം അത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി എന്ത് ചെയ്തു, കുട്ടികളൊക്കെ പഠിച്ച് തുടങ്ങി, അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പതുക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മളുടെ കൂട്ടുകാരോടും ഇതിനെപ്പറ്റി പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞറിഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ വന്ന് നമ്മൾ ഈ ഒരു നിലയിൽ എത്തിയത്. പിന്നെ നമ്മളുടെ ബാച്ചിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരു ബാച്ചിൽ ഒരു 20 മുതൽ 25 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 30 കുട്ടികളെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, കാരണം ഓൺലൈൻ ക്ലാസ്സാണ്, ഓരോരുത്തരെയും പഠിപ്പിച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ലൈവ് ക്ലാസ്സുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ലൈവ് ക്ലാസ്സിനോടൊപ്പം നമ്മൾ PDF നോട്ട് കൊടുക്കാറില്ല. കാരണം വെച്ചാൽ വേറൊരു ദോഷം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സിനോടൊപ്പം PDF കിട്ടും എന്നറിഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും ക്ലാസ്സിൽ കയറത്തില്ല, PDF നോട്ട് വെച്ച് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കും. PDF വെച്ച് പഠിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫോണിൽ കിടക്കുകയല്ലേ, അപ്പോൾ നാളെ നീളെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അല്ലേ. നാളെ പഠിക്കാൻ കയ്യിലുണ്ടല്ലോ എന്താണില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു PDF നോട്ട് എന്ന സംവിധാനം നിർത്തിക്കൊണ്ട് ഇപ്പം നിലവിൽ ലൈവ് ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യുക, നോട്ടും കൂടെ എഴുതി അങ്ങ് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പോൾ നിലവിൽ എന്ത് ചെയ്യും, നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ടും കൂടെ എഴുതി അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നോട്ട് അവിടെ അപ്പം തന്നെ പൂർത്തിയായി കയ്യിൽ കിട്ടും. പിന്നെ എന്ത് ചെയ്യും, ഓരോ ക്ലാസ് എടുക്കുന്നതും കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. ഇന്നൊരു ഭരണഘടനയുടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഭരണഘടനയുടെ ക്ലാസ് വരുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് വരിക. അപ്പോൾ അങ്ങൊന്നും എടുത്ത് പഠിപ്പിക്കാത്തതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ആ നോട്ട്ബുക്കിൽ പൂർത്തിയാക്കാനും പറ്റും. അങ്ങനെ ഓരോ വിഷയങ്ങളും അടിസ്ഥാന വിവരങ്ങൾ മുതൽ ഫുൾ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ തന്നെ നമ്മൾ നോട്ടുകൂടെ അങ്ങ് എഴുതി പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും, കൃത്യമായിട്ട് നോട്ട് അവിടെ പൂർത്തിയാവുകയും ചെയ്യും. നമ്മൾ ക്ലാസ്സിലിരുന്നിട്ട് ആ പ്രസൻറ്റേഷൻ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓരോ സ്ലൈഡും പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും അത്രയും പോർഷൻ അവർ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര പഠിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, അതെങ്ങനെ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നു, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഓരോ കുട്ടികൾ നമ്മൾക്ക് എൻക്വയറി വരുമ്പോൾ ചോദിക്കും, ഈ 1.5 മണിക്കൂർ കൊണ്ട് പഠിച്ചാൽ എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റുമോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് പഠിച്ച് ലിസ്റ്റിൽ വരാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത ഒരു മിഷനാണ് ഗെയിൻ നോളജ് മിഷൻ. കാരണം അത്രയും ഒരു ദിവസം പഠിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം പഠിക്കുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ അവിയൽ പോലെ പലയിടത്തുനിന്ന് ഇവിടുന്നും ഒക്കെ പഠിച്ച് എല്ലാം മൈൻഡിൽ കയറ്റി വെക്കും. നാളെ ഇതേപോലെ പഠിച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യും, തൊട്ട് മുന്നത്തെ ദിവസം പഠിച്ചത് നമ്മളൊരു സൈഡിൽ നിന്ന് മറക്കാൻ തുടങ്ങും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മളുടെ കയ്യിൽ, നമ്മുടെ മൈൻഡിൽ നിൽക്കുക, നമ്മളുടെ നോട്ടായിട്ട് നമ്മളുടെ കയ്യിൽ സെറ്റായി ഇരിക്കുക. അത് നമ്മൾ എപ്പോൾ വായിച്ചാലും പെട്ടെന്ന് നമ്മൾ ആ നോട്ട്ബുക്ക് നമ്മളുടെ മനസ്സിലേക്ക് വന്നത് ഓർക്കുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് ആ പോയിന്റുകൾ വരണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ലൈവ് ക്ലാസ്സിൽ തന്നെ നോട്ടും എഴുതി പോകുന്നത്. നമ്മൾ റെക്കോർഡ് ക്ലാസ്സും കൊടുക്കാത്തത് അതുകൊണ്ടാണ്. കാരണം റെക്കോർഡ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞുള്ള പ്രശ്നം വെച്ചാൽ 1.5 മണിക്കൂർ ക്ലാസ്സാണ്, അതിൽ പല ഡിസ്കഷൻസും ഉണ്ടാവും. അതിങ്ങനെ ലാഗായി ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പഠിപ്പിക്കും, പിള്ളേരെ സംശയം ചോദിക്കും, വർത്തമാനം കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, 1.5 മണിക്കൂർ പോയെങ്കിൽ പിന്നീട് ഒരു സമയത്ത് വീട്ടിലിരുന്ന് അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും ഇരുന്ന് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് ഇട്ടുതരാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇട്ടുതരാം. പക്ഷേ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇട്ട് തന്നാലോ, നമ്മളിങ്ങനെ കഥ പറയുന്ന പോലെ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഓരോന്ന് ഇടയ്ക്ക് എവിടെയാണോ ക്ലാസ് എന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി സീക്ക് ചെയ്ത് അവിടെയും സമയം, പിന്നെ അത് പോസ് ചെയ്ത് വെച്ച് നോട്ട്ബുക്കൊക്കെ എഴുതിയെടുക്കുക വെച്ചാൽ ഭയങ്കര ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വീട്ടമ്മമാരാണ് പ്രധാനമായിട്ടും. കാരണം അവർക്ക് വീട്ടിൽ ഒരുപാട് തിരക്കുകളുണ്ട്
ഇല്ലേ? കുഞ്ഞു കുട്ടികളുടെ പുറകെ പോകണം, പിന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ അതുകൊണ്ട് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മളുടെ മിഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ കോളേജ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ തുടങ്ങി വെച്ചാൽ അതേപടി ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക ബാച്ചും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടമ്മമാരുടെ പ്രത്യേകത, അവർക്ക് കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, അവർക്ക് വീട്ടിലിരുന്ന് ഈ ഒരു 1.5 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടും കംപ്ലീറ്റ് ആയി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, പിന്നീട് അവർക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ സമയം ഈ നോട്ടൊന്ന് വായിച്ചാൽ മാത്രം മതി. കാരണം നമ്മൾ അത്ര ഇതായിട്ടാണ് ആ ഒരു പ്രസൻറ്റേഷൻ ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് പോകുന്നത്. നമുക്ക് എൻക്വയറി വരുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് റെക്കോർഡ് ക്ലാസ് ഇല്ല എന്ന പേരും പറഞ്ഞിട്ട് അവർ ചേരാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, പലരുടെയും പിന്നെ ചിലർ നേരത്തെ പറഞ്ഞ പോലെ ഈ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമ്മൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരും. നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. ഗെയിൻ നോളജ് മിഷനിൽ നിന്ന് 139 പേര് ഇതുവരെ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആ ഒരു രീതിയിൽ നമ്മൾ കോച്ചിങ് കൊടുത്തതുകൊണ്ട് മാത്രമാണ്. അതിൽ 126 പേര് നമ്മുടെ ജനറൽ കോഴ്സും 13 പേര് ബികോം ബേസ് ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞ ക്രാഷ് കോഴ്സ് ബാച്ചിൽ നിന്നുമാണ് ഇതുവരെ കയറിയിട്ടുള്ളത്. കാരണം അത്രയും കുട്ടികൾ അതുപോലെ എത്തിയത് എന്തുകൊണ്ടാണ്, നമുക്ക് ആ ഒരു രീതിയിൽ അവർക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയത് കൊണ്ടാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ് കൊടുക്കുക അല്ലെങ്കിൽ PDF മാത്രം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കത്തില്ല. കാരണം നാളെ നിട്ടിട്ട് പോകും. പക്ഷേ ലൈവ് ക്ലാസ്സിൽ തന്നെ കയറി അന്നൊന്നങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ നടക്കും. പിന്നെ ലൈവ് ക്ലാസ് മിസ്സാകുന്നവർക്ക് നമ്മൾ റെക്കോർഡ് ക്ലാസ് കൊടുക്കത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 മണിക്കൂറൊക്കെ പിന്നീട് വീട്ടിൽ ഇരുന്ന് കാണാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. 2 ക്ലാസ് മിസ്സായ 3 മണിക്കൂർ അവിടെ കിട്ടും. പിന്നെ 3 ക്ലാസ് മിസ്സായ 4.5 മണിക്കൂർ. ഈ 4.5 മണിക്കൂർ വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അത് പിന്നെ ഓവർലോഡ് ആകത്തതേ ഉള്ളൂ. പിന്നെ ടെൻഷനാവും, ഇതാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ മാനസികമായിട്ട് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്ന സംവിധാനം ഒഴിവാക്കുന്നത്. പിന്നെ പല ആപ്പുകളിലൊക്കെ ചേർന്നിട്ടുള്ളവർക്ക് അറിയാം ഇല്ലേ, എത്രത്തോളം റെക്കോർഡ് ക്ലാസ് കിട്ടി നിങ്ങൾ എത്രത്തോളം ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ചിലർ നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് പഠിക്കുന്നവരുണ്ടാകും. ചിലർ എന്ത് ചെയ്യും, ആ റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ നാളെ കാണാമല്ലോ എന്ന് താല്പര്യത്തിൽ ചേർന്നിട്ട് പിന്നീട് എന്ത് ചെയ്യും, കുറേ മാസങ്ങൾ കഴിഞ്ഞ് പരീക്ഷയുടെ കൺഫർമേഷൻ വരുമ്പോഴേക്കും ഒരു പക്ഷേ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോഴത്തേക്ക് വലിയ വർക്ക് ലോഡ് ഉണ്ടാവും. ഒരു പക്ഷേ ഒരു പ്രൈവറ്റ് ജോലിക്കൊക്കെ പോകുന്നവരും കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും വിചാരിച്ച പോലെ നടക്കത്തില്ല. ഓക്കെ, അതൊക്കെ കൊണ്ടാണ് ഗെയിൻ നോളജ് മിഷനിൽ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാത്തത്. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങളെ പഠിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുക. നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ് ഇല്ലേ. മെൻറ്റർഷിപ്പോടുകൂടി ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ട് തയ്യാറെടുക്കാം. ലൈവ് ക്ലാസ്സിൽ നോട്ട് എഴുതി പോകുന്നു എന്നത് മാത്രമല്ല, എന്ത് സംശയം, എന്ത് പൊട്ടത്തരോ, എന്തായിക്കോട്ടെ അത് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം ഗെയിൻ നോളജ് മിഷൻ ഓരോ ഉദ്യോഗാർത്ഥിക്കുമായിട്ട് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് നമ്മൾ 20 മുതൽ 25 അല്ലെങ്കിൽ 30 പേരെ വരെ മാത്രമാണ് ഒരു ബാച്ചിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾ സംശയം ചോദിച്ചാലും ഈസി ആയിട്ട് അവർക്ക് ഓരോരുത്തരെയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഗെയിൻ നോളജ് മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പുറമേ നിന്ന് കുട്ടികളൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഒരു ധാരണ ഉണ്ടാവും, ഇത് ഒന്നാമത് കേട്ടുകേഴ്വില്ല, വേറൊന്നുമല്ല, നമ്മളധികം മാർക്കറ്റ് ചെയ്യുന്നില്ല, നമ്മളൊന്നും ബ്രാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് വലിയ രീതിയിലേക്ക് എത്താത്തത്. പിന്നെ ഗെയിൻ നോളജ് മിഷനിലേക്ക് അഡ്മിഷൻ എപ്പോഴും ഫില്ലാകുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ 20-25 കുട്ടികൾ ഫില്ലാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇതിൽ ഒരു ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, അവരുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ അവർ കൂട്ടുകാർ ഓട്ടോമാറ്റിക് വന്നോളും. അവർ ചേരുമ്പോൾ തന്നെ നമുക്ക് അഡ്മിഷൻ ഫില്ലാവും. അതുകൊണ്ട് ഗെയിൻ നോളജ് മിഷന് മറ്റ് പരസ്യങ്ങളോ ബ്രാൻഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കറിയാം എന്താണ് ഇത് സംഗതി എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ എക്സ്പീരിയൻസ് അവരുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇപ്പം നമ്മൾ പരസ്യം കൊടുക്കുന്നെങ്കിലും ഇങ്ങനെ വെറുതെ കാശ് പോകാമെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇനി ഒരു 100 എൻക്വയറി വന്നാൽ ചിലപ്പോൾ അതിൽ 1-2 പേര് ചേർന്നാലായി. ചിലരെന്ത് ചെയ്യും, നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കിയിട്ട് ചേരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ താല്പര്യം പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ലൈവ് ക്ലാസ്സിൽ തന്നെ അവരെയും പഠിപ്പിക്കുകയാണ്. അല്ലാതെ അവർക്ക് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ക്ലാസ്, ലൈവ് ക്ലാസ്സിൽ തന്നെ അവരെ ഇരുത്തി നമ്മൾ ക്ലാസ് കൊടുക്കുകയാണ്. ആ ക്ലാസ്സിൽ തന്നെ അവർ പങ്കെടുക്കണം. ഇനി അതിൽ തന്നെ അവർ ചേരുകയാണെങ്കിൽ അവർക്ക് അതിൽ തന്നെ ക്ലാസ് മിസ്സാകാതെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള അവസരം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ലൈവ് തന്നെയാണ് അവർക്ക് നമ്മൾ ഡെമോ ആയിട്ടും കൊടുക്കുന്നത്. ലൈവ് ക്ലാസ്സിൽ അവരെയും കൂടെ പങ്കെടുപ്പിക്കുകയാണ് എങ്ങനെയാണിതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. എൻക്വയറി വരുന്നത് വെച്ചിട്ടറിയാം 1000-2000-ത്തിലധികമൊക്കെ എൻക്വയറീസാണ് പലപ്പോഴും വരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൽ ചേരുന്നവർ ഞാൻ പറഞ്ഞാൽ 1-2 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഗെയിൻ നോളജ് മിഷൻ, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്. പിന്നെ പരീക്ഷകൾ, വീട്ടമ്മമാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് അവർക്ക് എപ്പോഴും കുത്തിയിരുന്ന് പഠിക്കാനുള്ള സമയവും സാഹചര്യവും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാനസിക സമ്മർദ്ദം തീരെ ഇല്ലാത്ത രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കുക എന്നാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരു ചലഞ്ച് ഞങ്ങൾക്ക് അതാണ്. എന്നുവെച്ചാൽ അവർക്ക് മാനസിക സമ്മർദ്ദം ഒരു കുട്ടിക്ക് പോലും ഉണ്ടാകാൻ പാടില്ല.
ഒരു കാൻഡിഡേറ്റിന് പോലും മാനസിക സമ്മർദ്ദം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവർ കുടുംബത്തിൽ അറിയാമല്ലോ, ഫാമിലി ആയിട്ടാകുമ്പോൾ പല പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, റിക്കവർ ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ സാധിക്കണം. അതിനുള്ളൊരു അവസരം എന്ന രീതിയിലാണ് ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴാണ് നമ്മളുടെ ഗെയിൻ നോളജ് മിഷനിൽ പരീക്ഷ നടക്കുക. ഡെയിലി ടെസ്റ്റ് ഒന്നുമില്ല, 2 ആഴ്ച കൂടുമ്പോൾ. ആ 2 ആഴ്ച കൂടുമ്പോൾ എന്ത് ചെയ്യും, ആ 2 ആഴ്ചയിൽ പഠിച്ച പാഠഭാഗങ്ങൾ മാത്രം ആ ദിവസം ടെസ്റ്റ് നടത്തും. ടെസ്റ്റ് നടത്തുന്നത് ശരിക്കും PSC മോഡലിൽ തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ആഴ്ച അവർ എന്ത് പഠിച്ചോ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പ്ലസ് കറണ്ട് അഫയേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഇപ്പോൾ ഇട്ട് വരുന്നുണ്ട്. മുമ്പ് അങ്ങനെയല്ല, PDF ആക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ നിലവിൽ നവംബർ 1 മുതൽ അതങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരീക്ഷകൾ നടത്തി വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ആ 2 ആഴ്ച പഠിച്ച പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പഠിച്ചെടുക്കാനുള്ള സമയം അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പരീക്ഷ എഴുതുമ്പോൾ ആ 2 ആഴ്ചയിലെ പാഠഭാഗം തറവായിട്ട് അവരുടെ മൈൻഡിലേക്കാവും. എന്നുവെച്ചാൽ നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതിൻ്റെ അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ആ 2 ആഴ്ച പഠിച്ച പോർഷനും തൊട്ട് മുന്നേ പഠിച്ചതിൽ നിന്നുള്ള സെലക്റ്റഡ് ടോപ്പിക്സും കൂടെ ചേർത്തായിരിക്കും അടുത്ത 2 ആഴ്ചയിലെ പരീക്ഷയിൽ ഉൾക്കൊള്ളിക്കുക. അപ്പോൾ പഴയ ഒരു പോർഷനിലെ ഒരു ഭാഗം റിവിഷനും കൂടെ ആയിട്ട് ഇങ്ങനെ റിവിഷൻ എന്ന രീതിയിലാണ് നമ്മളുടെ ബാക്കി പരീക്ഷാ രീതികളും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും 1 വർഷം ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ടൊരു ഉദ്യോഗാർത്ഥി പഠിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് 10+2 ഡിഗ്രി ഏതോ ആയിക്കോട്ടെ, അതിൽ1 വർഷം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാക്കി തൊട്ടടുത്ത വർഷത്തിനുള്ളിൽ 1 മുതൽ 3 റാങ്ക് ലിസ്റ്റിൽ വരെ ആ ഉദ്യോഗാർത്ഥി എത്തിപ്പെടും എന്നത് 100% ഉറപ്പാണ്. കാരണം നമ്മളുടെ പഠന രീതി അങ്ങനെ തന്നെയാണ്, ഒരു മികച്ചൊരു സ്ട്രാറ്റജിയാണ്. കേരളത്തിലെ മറ്റ് കോച്ചിങ് സെൻറ്ററിനോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കോച്ചിങ് സെൻറ്റർ എന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ഇതുപോലെ എന്ത് ചെയ്യുക, കുറച്ച് വീട്ടമ്മമാരെയും കോളേജ് വിദ്യാർത്ഥികളെയൊക്കെ ഒന്ന് ലിസ്റ്റിലേക്ക് എത്തിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഞങ്ങൾ. കാരണം വിദ്യാഭ്യാസം നമ്മൾ നേടിയത് വീടിനുള്ളിൽ വെച്ചാനോ നമുക്ക് അലമാരിയിൽ സർട്ടിഫിക്കറ്റ് വെച്ച് പൂട്ടാനോ അല്ല. നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച വിദ്യാഭ്യാസം പ്രയോജനപ്പെടുത്തി നമുക്കൊരു ജോലി നേടുക, അല്ലേ? നമ്മളെല്ലാവരും പഠിക്കുമ്പോൾ എന്താ പറയുക, എന്തിനാ പഠിക്കുന്നത് ചോദിച്ചാൽ എന്ത് പറയും, എനിക്കൊരു ജോലി കിട്ടാനാണ് ഞാൻ പഠിക്കുന്നത്, അല്ലേ? നമ്മൾ പഠിക്കണം. PSC പരീക്ഷയ്ക്ക് ജോലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ വെച്ചിട്ട് പഠിക്കാതെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 2020 മുമ്പൊക്കെ എന്ത് ചെയ്യും, കറക്കി കുത്തിയിട്ടൊക്കെ നമുക്ക് പാസ്സാകാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെ പണ്ടത്തെ രീതി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചൊരു നല്ല സ്ട്രാറ്റജിയിൽ പോകാതെ അത് നടക്കത്തില്ല. ഇനി സ്വന്തമായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ സ്വന്തമായിട്ട് പഠിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം സ്വന്തമായിട്ട് പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ റിസർച്ച് ഓറിയൻറ്റഡ് രീതിയിൽ പഠിക്കണം. പക്ഷേ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ച് എത്രത്തോളം അതിനുവേണ്ടി മെനക്കെടാൻ പറ്റും, ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു മെൻറ്ററുടെ സഹായത്തോടെ പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഗെയിൻ നോളജ് മിഷൻ കൊടുക്കുന്നതും മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ്. ഒരു ഗൈഡ് എന്ന രീതിയിൽ ഗെയിൻ നോളജ് മിഷൻ പ്രവർത്തിക്കുന്നു. ഇതുവരെയുള്ള ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റും ഗെയിൻ നോളജ് മിഷൻ ഒരിക്കലും അവകാശപ്പെടുത്തില്ല. കാരണം ഇതിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവർ തന്നെയാണ് പരീക്ഷ എഴുതി ജയിച്ചിട്ടുള്ളത്. അത് അവരുടെ കഴിവാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വിജയം ബ്രാൻഡ് ചെയ്യുന്നില്ല. കാരണം ഗെയിൻ നോളജ് മിഷൻ എപ്പോഴും ഒരു ഗൈഡ് എന്ന രീതിയിൽ ആ ഉദ്യോഗാർത്ഥിയോടൊപ്പം ലൈവായിട്ട് അവരോടൊപ്പം നിൽക്കുകയാണ്. 1 വർഷം പഠിക്കുന്നുണ്ടെങ്കിൽ അവർ 1 വർഷം ഉദ്യോഗാർത്ഥിയോടൊപ്പം ഗെയിൻ നോളജ് മിഷൻ നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യും, ആ പഠിക്കുന്ന ഉദ്യോഗാർത്ഥി അവർ തന്നെയാണ് പോയി പരീക്ഷ. അവരങ്ങനെ പഠിച്ചതുകൊണ്ടാണ് അവർക്ക് ആ വിജയം കിട്ടിയതും ഞങ്ങൾക്ക് ആ നേട്ടം ഉണ്ടായത്. ഓക്കെ, അല്ലാതെ അതൊരിക്കലും ഞങ്ങളുടെ വിജയമല്ല, ഞങ്ങളുടെ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും വിജയമാണ്. ഞങ്ങൾ ഒറ്റ ഗൈഡായിട്ട് നിന്നിട്ട് അവരെ ഒന്ന് വഴി കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ കൃത്യമായി പഠിപ്പിച്ചെടുക്കുന്നു, നോട്ട് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യിക്കുന്നു, കൃത്യമായി ഫോളോ അപ്പ് നടത്തും. ഇതെല്ലാം നമ്മളുടെ ഇതിലുണ്ട്. ഒരുപക്ഷെ പല റെക്കോർഡിംഗ് ആയിട്ട് ഇപ്പോൾ 5-10 വീഡിയോസ് വെച്ച് ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്നവരുണ്ടാകാം, പക്ഷേ എല്ലാവരും വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ വീട്ടമ്മമാരോ മറ്റ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒട്ടും സമയങ്ങൾ, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ജോലിക്കൊക്കെ പോകുന്നവരാണ്, രാവിലെ പോകുന്നു രാത്രി തിരിച്ചു വരുന്നു, അവർക്ക് പിന്നെ പഠിക്കാനുള്ള സമയവും സാവകാശം ഒന്നുമില്ല. അവിടെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു മിഷൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. കാരണം ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൃത്യമായിട്ട് അന്നന്ന് ക്ലാസ്സിൽ കയറി പഠിച്ചു പോകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകും. ഏറ്റവും വലുത് ഞങ്ങളുടെ മെൻറ്റർ സപ്പോർട്ട് തന്നെയാണ്. മാനസികമായിട്ട് എന്ത് ബുദ്ധിമുട്ട് അവർ നേരിടുന്നോ അതിനുള്ളൊരു പരിഹാരം ഗെയിൻ നോളജ് മിഷൻ അവർക്കായിട്ട് സജസ്റ്റ് ചെയ്തു കൊടുക്കും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ഓരോ ഉദ്യോഗാർത്ഥികൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഈ ഓൺലൈൻ എന്ന് കാണുമ്പോൾ ചേരാൻ പേടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യും, എവിടെയെങ്കിലും പോയി ആപ്പ് വെച്ച് ആപ്പ് കിട്ടിയവർക്കൊക്കെ എന്ത് ചെയ്യും, പിന്നീട് അവർക്ക് ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഗെയിൻ നോളജ് മിഷൻ്റെ റെഗുലർ കോഴ്സുകളുടെ ഫീസൊക്കെ നമ്മൾ മന്ത്ലി ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്ലി ആക്കിയെന്ന് മാത്രമല്ല, അതിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന്
ഡിസ്കൗണ്ടും കൊടുത്താണ് ഉദ്യോഗാർത്ഥികളെ കയറ്റുന്നത്. ഒരു 50% വരെയൊക്കെ ഡിസ്കൗണ്ട് കൊടുത്ത് പല ഉദ്യോഗാർത്ഥികൾ കയറ്റാണ്ട് അഡ്മിഷൻ ഫീസ് പോലും വാങ്ങാതെയും നമ്മൾ ഉദ്യോഗാർത്ഥികൾ എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്കിത് ബിസിനസ് അല്ല, ഞങ്ങളിത് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മിഷനും അല്ല. പക്ഷേ ഈ 10-25 കുട്ടികളെ ലൈവായിട്ട് അവരോടൊപ്പം നിൽക്കുന്നെങ്കിൽ, ഒരു വർഷത്തോളം നിൽക്കണമെങ്കിൽ നമുക്ക് ആ ഒരു തുച്ഛമായ ഫീസ് ഈടാക്കാതിരിക്കാനും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഈടാക്കുന്നതാണ്, അല്ലാതെ മറ്റുള്ള പോലെ നമ്മളൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ല. ദയവ് ചെയ്ത് ഇതിലേക്ക് വന്ന ഉദ്യോഗാർത്ഥികൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഫീസ് എന്നൊക്കെ കാണുമ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറയാണ്ട് അവിടെ അത്ര ഇല്ലല്ലോ, ഇവിടെ ഇത്ര ഇല്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഇവിടെ ഇത്രയാണ്, അത് അത്രയും കുട്ടികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് മാത്രമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഈടാക്കേണ്ടി വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഫീസിൽ എന്നിട്ട് പറഞ്ഞ ഫീസ് മറ്റെവിടെയും ചെയ്യത്തില്ല. കാരണം എനിക്കും പണ്ട് അനുഭവം ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പഠിക്കാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് ഫീസ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും കുറയ്ക്കുക വെച്ചാൽ അവർ കുറയ്ക്കത്തില്ല അല്ലേ. ചിലരെന്ത് ചെയ്യും, നല്ല രീതിയിൽ ചിലർ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ടിൽ ഓഫറൊക്കെ എടുത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ചിലരെന്ത് ചെയ്യും, പറഞ്ഞ ഫീസിൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, പറയുന്ന ഫീസിൽ നിന്ന് പകുതിയോളം ഡിസ്കൗണ്ട് പോലും ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ചിലർക്ക് അഡ്മിഷൻ ഫീസേ ഒഴിവാക്കി കൊടുക്കാറുണ്ട്. കാരണം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ ജെന്യുവിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോടൊപ്പം നിൽക്കാറുമുണ്ട്. ഓക്കെ, കാരണം അവർക്ക് പഠിക്കാനൊരു താല്പര്യം മതി. പഠിക്കാൻ താല്പര്യമായിട്ടൊരു ഉദ്യോഗാർത്ഥി ഇവിടെ വന്നിട്ടുണ്ടോ എങ്കിൽ അവരെ ഞങ്ങൾ ജയിപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചിരിക്കും. ഓക്കെ, അതാണ് ഞങ്ങളുടെ മിഷൻ, അതാണ് ഗെയിൻ നോളജ് മിഷൻ. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എൻക്വയറി ഒക്കെ വരുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വിശദീകരിച്ച് കളയാനൊന്നും തൽക്കാലം സമയമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കേട്ടിട്ട് ഇതൊക്കെ ജെന്യുവിനാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലും അല്ലേ. ആ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടറൊരു വിശ്വാസമില്ലാതെ നമ്മൾ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ അസുഖത്തിന് ആ മരുന്ന് ചിലപ്പോൾ വലിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ നമ്മളുടെ മിഷനിലേക്ക് ഒരാൾ കടന്നു വരുന്നെങ്കിൽ 100% വിശ്വാസ്യതയോടെ ഇങ്ങോട്ട് വന്നാലേ തിരിച്ച് നമുക്ക് അങ്ങോട്ട് തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏൽക്കുള്ളൂ. ഓക്കെ, അല്ല വിശ്വാസമില്ല ഉടായിപ്പാണ് എന്ന് പറഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്നും മനസ്സിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഓക്കെ, ഒരു മിഷനിൽ അതിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, 100% വിശ്വാസത്തോടെ കൂടി വരിക. അതുകൊണ്ടാണ് മന്ത്ലി ഫീസ് ആകുമ്പോൾ ആദ്യത്തെ ഒരു മാസം അടച്ചിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല, ബോറാണ്, തട്ടിപ്പാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു മാസം കഴിഞ്ഞ് പോകും, ഒരു മാസത്തെ ഫീസേ നിങ്ങൾക്ക് അവിടെ പോവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഒന്നിച്ചൊക്കെ അടയ്ക്കുന്നിടത്താണ് പലയിടത്തും പണി കിട്ടുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ വീട്ടിലെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നമുക്ക് കോഴ്സ് മതിയാക്കേണ്ടി വരും. അത് നമ്മുടെ ഭാവിയെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നാളത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ളിടത്ത് നമ്മൾ മതിയാക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ അടച്ച പൈസയും പോകും. ഇതിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഒരു ഉദ്യോഗാർത്ഥിക്കും ഉണ്ടാകത്തില്ല. അത് കാശടയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലോ മാനസിക സമ്മർദ്ദമൊന്നും തീരെ ഇല്ലാത്ത രീതിയിൽ, എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ബുദ്ധിമുട്ടുള്ളവരാണ് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മളുടെ മിഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രം വെച്ച് നടത്തുന്ന ഒരു മിഷൻ. അപ്പോൾ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാലും നമുക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള നിർവാഹമൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർക്കേ നമ്മൾ കൊടുക്കാറുള്ളൂ ഓരോ ബാച്ചിൽ. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ നടത്തുന്നത് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ബാച്ചുകളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഉദ്യോഗാർത്ഥി പഠിക്കുന്നെങ്കിൽ അയാൾക്ക് എല്ലാ പരീക്ഷയിലും ലിസ്റ്റിൽ വരണം. അതിന് വേണ്ടിയിട്ടാണ് 10+2 ഡിഗ്രി കോഴ്സുകൾക്ക് ഒരു വേർതിരിവില്ലാതെ നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് 10ാം ക്ലാസ് ലെവൽ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ പരീക്ഷ ആയിക്കോട്ടെ, +2 ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും ഏകദേശം 95% ഒരേ സബ്ജക്റ്റുകൾ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരേപോലെയാണ് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കാറുള്ളത്. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി പാസ്സായ ഒരാളാണെങ്കിൽ അയാൾ ഒരു വർഷം പൂർത്തിയായി കഴിയുമ്പോൾ 10+2 ഡിഗ്രി എല്ലാത്തിൻ്റെയും ലിസ്റ്റിൽ അയാൾ വരാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആവും. ഓക്കെ, ആ ഒരു രീതി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് മാത്രം പ്രത്യേകം നമ്മളതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കും. അത് ലാസ്റ്റ് മെയിൻസ് എത്തുന്ന സമയത്ത് 2 മാസത്തോളം മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുണ്ടാവും. അവിടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അതിനായിട്ട് പ്രത്യേകം ഒരു 1.5 മാസം കൊണ്ട് അത് നമ്മളവിടെ പഠിപ്പിച്ചു കൊടുക്കും. ഡിഗ്രിയിലായിക്കോട്ടെ ഏതായിക്കോട്ടെ അത് മാത്രം. ബാക്കി ജനറലെല്ലാം കോമൺ ആണ്. അതുകൊണ്ട് 10+2 ഡിഗ്രി എന്ന വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിലാണ് കൊടുക്കുക. കാരണം പല കുട്ടികളും വന്നിട്ട് ചോദിക്കും 10th ലെവൽ മതി. 10th ലെവൽ എന്ന് വെച്ചാൽ ബേസും ഒക്കെ, പക്ഷേ 10th ലെവൽ പ്രിലിമിനറി മാത്രം പോരല്ലോ, മെയിനും പാസ്സാവണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസ് പഠിച്ചാലേ നിങ്ങൾക്ക് 10th മെയിൻസ് പാസ്സാകാൻ പറ്റുള്ളൂ. ഓക്കെ, ആ യാഥാർത്ഥ്യം പല കുട്ടികൾക്കും നമ്മുടെ അറിയത്തില്ല. ഓക്കെ, അതെല്ലാം പറഞ്ഞ് നമുക്ക് എപ്പോഴും നമ്മുടെ ബാച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടാവും. ഒരു 1.5-2 മണിക്കൂറോളം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എല്ലാം വിശദമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉദ്യോഗാർത്ഥികളെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു രീതി. അപ്പോൾ ജസ്റ്റ് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്തതാണ്. താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഇപ്പോൾ റെഗുലർ കോഴ്സ് ഇപ്പോൾ രാത്രി 9 മണിയും രാത്രി 6 മണിയും രാവിലെ 9 മണിയും രാവിലെ 6 മണിയും ഉള്ളത്. നമ്മളിപ്പോൾ ഏകദേശം അഡ്മിഷൻ ക്ലോസിംഗ് ആണ്. രാവിലെ 6 മണിക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഒരു 3-4 സീറ്റ് കൂടെയൊക്കെ വേക്കൻറ്റ്, ബാക്കിയെല്ലാം ബാച്ച് ഫില്ലാണ്. ഓക്കെ, പിന്നെ ഉള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു 6 മാസത്തെ. അതായത് അടുത്ത ഡിസംബർ ഫസ്റ്റ് വീക്കോടുകൂടി തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ക്ലാസ്സുകൾ ഏകദേശം ഒരു
പരീക്ഷ വരെ, നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എപ്പോഴാണ് നടക്കുന്നത് അതുവരെ ആ ക്ലാസ് ഉണ്ട്. ജസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ നടത്തുന്നതാണ്. കാരണം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എങ്ങനെയെങ്കിലും പ്രിലിമിനറി പാസ്സാവുക എന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ 1 ഇയർ കോഴ്സ് എന്ന് എപ്പോഴും 6 മാസം പ്രിലിമിനറി 6 മാസം മെയിൻ എന്ന രീതിയിലാണ് 1 ഇയർ റെഗുലർ കോഴ്സ് പോകുന്നത്. അത് ഫുൾ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ ഡീപ്പായിട്ട് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇനി നടക്കുന്നത് ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷനാണ്. അപ്പോൾ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബന്ധപ്പെടുക. തന്നിരിക്കുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് വിശദമായ വിവരങ്ങളൊക്കെ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫീസിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചേരാൻ നേരം അതും പറയാൻ വേണ്ടി മടിക്കണ്ട. കാരണം പലതും അവർക്ക് ഇപ്പോൾ മന്ത്ലി ഫീസ് ആണെങ്കിൽ പോലും ഫസ്റ്റ് മന്ത് ഫീസ് പോലും ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കുന്ന കുട്ടികളുണ്ട്. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടാണ് അവർക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കാറ്. അതുപോലെ തന്നെയാണ് ഇപ്പം ക്രാഷ് കോഴ്സൊക്കെ ആണെങ്കിൽ ഒരുമിച്ചാണ് ഫീസ് വരുന്നത്. പക്ഷേ ഒരുമിച്ച് അടയ്ക്കുന്നവർക്ക് അതിൻ്റേതായ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ അടയ്ക്കേണ്ടവർക്ക് 3 or 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ ഉള്ള അടയ്ക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കും. കാരണം ഇവിടെ നിങ്ങളുടെ പോക്കറ്റിലെ ഖനമോ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ അല്ല നോക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും, തുച്ഛമായ ഈ ഒരു 20-25 പേർക്കൊക്കെ നമ്മൾ ക്ലാസ് നടത്തുമ്പോൾ തീർച്ചയായും ഒരു തുച്ഛമായ ഫീസ് ഈടാക്കാതെ നമുക്ക് നടക്കത്തില്ല. അതും മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി ഇത്രയും നല്ലൊരു ഗൈഡൻസിൽ ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയൊരു ഫീസ് മറ്റ് മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മിഷനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ പരീക്ഷാക്കാലമാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇനി ഗെയിൻ നോളജിൻ്റെ ഭാഗമായിട്ട് റാങ്ക് ലിസ്റ്റുകളിലേക്കൊക്കെ വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ LDC പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം 14 ജില്ലയിൽ നിന്നും ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ ആളുണ്ടാവും. ഓക്കെ, കാരണം അത്ര നല്ല രീതിയിലാണ് നമ്മളുടെ കുട്ടികൾ LDC പരീക്ഷയൊക്കെ നിലവിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് ബാച്ചുമൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഒക്കെ ഡെയിലി ഉണ്ടാവും. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ നവംബറിൽ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി വരും ദിവസങ്ങളിൽ വരും. അതൊക്കെ എല്ലാവരും കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി സ്വയം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് ഒക്കെ വേണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ ചോദിക്കാം. അതിനെല്ലാം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓക്കെ, ഇതിൽ വരുന്ന ഓരോ ഉദ്യോഗാർത്ഥി ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല. അവർക്ക് വേണ്ടുന്നതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ക്ലാസ് ഒഴികെ ബാക്കിയെല്ലാം സൗജന്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായിട്ടൊക്കെ നമ്മുടെ ചാനലിൽ കാണാം. ഓക്കെ, താങ്ക് യു.